LDF വട്ടംകുളം പഞ്ചായത്ത് കൺവെൻഷൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു ഉദ്ഘാടനം ചെയ്തു. LDF വട്ടംകുളം പഞ്ചായത്ത് കൺവെൻഷൻ CPN UP സ്കൂളിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ അവസ്ഥ എന്നിട്ട് അവർ പറയുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന ഇന്ത്യയിൽ വിശ്വസിച്ച ഏക ജനസമൂഹമാണ് കേരളത്തിലെ ജനസമൂഹം. ഉത്തരേന്ത്യയിൽ ഒരാളും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഉത്തരേന്ത്യയിൽ ഒരാളും കഴിഞ്ഞ തവണ തന്നെ പ്രതീക്ഷിച്ചില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. ഇപ്പോൾ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും പ്രതീക്ഷയില്ല. കാരണം അവരിപ്പോൾ നമ്മോട് കൂടെ ചോദിക്കുന്നുണ്ട് 5 MP സീറ്റല്ലേ നിങ്ങൾക്കുണ്ട്? 5 എണ്ണല്ലേ? CPM-ന് 3 എണ്ണം, CPI-ക്ക് 2 എണ്ണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടികൾക്ക് എവിടെ MP വരാനായി ചോദിക്കുന്നത്? കോൺഗ്രസിന് കേരളത്തിൽ 16 സീറ്റിൽ മത്സരിച്ചു, 15 എണ്ണം ജയിച്ചു. തമിഴ്നാട്ടിൽ 9 സീറ്റിൽ മത്സരിച്ചു, 8 എണ്ണത്തിൽ ജയിച്ചു. പഞ്ചാബിൽ 13 സീറ്റിൽ മത്സരിച്ചു, 8 എണ്ണത്തിൽ ജയിച്ചു. ഈ 3 ഇടത്തും കൂടി കിട്ടിയത് 31 സീറ്റാണ്. ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് സീറ്റ് കിട്ടിയ സംസ്ഥാനത്തിന്റെ പേര് പറ. കർണാടകയിൽ 21 സീറ്റിൽ മത്സരിച്ചു, ജയിച്ചത് 1. തെലങ്കാനയിൽ 19 സീറ്റിൽ മത്സരിച്ചു, ജയിച്ചത് 3. PV ബൈജു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MB ഫൈസൽ, S സുജിത്, C രാമകൃഷ്ണൻ, CS പ്രസന്ന, C രാഘവൻ, M മുസ്തഫ, സ്ഥാനാർത്ഥി KS ഹംസ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.